അപ്പോൾ ഇതാണ് നെഫീസ ഫ്ലോർ ഓയിൽ മിൽസ്. അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കടക്കുക കേട്ടോ. ഇതിന്റെ ശരിക്കുള്ള പേര് ഇതിൽ നിൽക്കുന്നത് ചുള്ളിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ചുള്ളിപ്പാറ ഇത് തിരുരങ്ങാടിക്ക് അടുത്താണ്. ഏകദേശം ഒരു 1.5 വർഷം മുന്നെയാണ് ഞാനിത് വന്നിട്ടുള്ളത്. അവിടെ വന്ന് ഞാൻ എന്ത് ചെയ്ത് ആദ്യം എനിക്കൊരു അങ്ങനെ ഞാൻ ആദ്യം ഒരു 250-ന്റെ ഒരു ഡ്രയർ മേടിച്ചു. ഈ കണലിന് കത്തിക്കണേ വിറക് കത്തിച്ച് കണ്ട് ഉണക്കണേ ഒരു ട്രേ ഉണ്ട്. അപ്പൊ ഈ രണ്ടാമത് മേടിച്ചിട്ട് എത്ര മാസമായിട്ടുണ്ടാവും? രണ്ടാമത് വാങ്ങിയിട്ട് ഇപ്പൊ ഞാൻ ഒരു 4 മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 1.5 വർഷത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ ഡ്രയറിന് ഉണ്ടായിട്ടുണ്ടോ? എല്ലാ ദിവസവും വെക്കലുണ്ടോ നാളികേരം? പഴയതിലും പുതിയതിലും ഒക്കെ എല്ലാ ദിവസവും വെക്കലുണ്ട്. ഇതുവരെ നമുക്ക് അങ്ങനെ വെക്കാതെ വന്നിട്ടില്ല. രണ്ടെണ്ണം ചെറുത് മേടിക്കാനുള്ള കാരണം നിങ്ങൾക്ക് അത്യാവശ്യം വലിയ മില്ലാണോ അതോ ചെറുത് മതിയെന്ന് കരുതിയിട്ടാണോ? പിന്നെ ഈ മേക്ക്മാർന്ന് ഞാനൊരു മെഷീൻ കട്ടർ മെഷീൻ വാങ്ങി. അതിന്റെ പരസ്യം കണ്ടപ്പോ ആദ്യം ഞങ്ങൾ കൈകൊണ്ട് ഇരുന്ന് എന്റെ ഒരു ബിസിനസിന്റെ ലാഭം നോക്കിയിട്ട് ഇപ്പൊ നമ്മള് കണലിനുള്ള ഇതിനാണ് ഫസ്റ്റില് വെട്ടിയിടല്. എന്നിന്റെ ശേഷം നെല്ല് കുത്തുന്നുണ്ട്. ഇപ്പോഴും നെല്ല് കുത്തുന്നുണ്ട്. ഇവിടെയൊക്കെ ഒരാള് ഇപ്പൊ ഒരു ഒന്നുമില്ല പ്രവാസി അല്ലെങ്കിൽ നാട്ടിലത്തെ ഒരു സംരംഭകനെ വന്നിക്കാണ്ട് ഒരു മില്ലൊക്കെ ഒരു ഫ്ലോർ മില്ല് തുടങ്ങുക എന്ന് എഴുതിക്കാണ് വരികയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എവിടുന്ന് തൊട്ട് തുടങ്ങണം? നിയമം ഇപ്പത്തെ നിയമം എനിക്ക് അറിഞ്ഞൂടാ. അന്ന് 100 മീറ്ററിന്റെ അകത്ത് എത്ര വീടുണ്ട് അവരൊക്കെ കുത്തുന്നുണ്ട്. മല്ലി മാത്രം പൊടിക്കുന്ന ഗ്രൈൻഡർ ഉണ്ട്. ശേഷം പിന്നെ നമ്മള് അരി പൊടിക്കാനും മാത്രമായിട്ടുണ്ട്. ഇതാണ് നെഫീസ ഫ്ലോർ ഓയിൽ മിൽസ്. അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കടക്കുക കേട്ടോ. ഇവിടെ അതിവിശാലമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി മില്ലാണ്. ഇപ്പോൾ ഈ മില്ലിൻ്റെ ഉടമ അബ്ദുറസാഖൊക്കെ ഇവിടെ ഉണ്ട്. അദ്ദേഹം ഇവിടെ എന്തൊക്കെ പരിപാടി ചെയ്യാണ്. അസ്സലാമു അലൈക്കും. അപ്പോൾ എന്നെ മനസ്സിലാക്കണമെന്ന് അറിയില്ല, ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് മുഹമ്മദ് അലി. ഞാൻ മുക്കം കോഴിക്കോട് ജില്ല മുക്കം ഓമശ്ശേരി പുത്തൂർ മെക്മാർക്ക് കമ്പനിയിൽ നിന്ന് വരുന്നത്. ഞാൻ കമ്പനിയുടെ സ്റ്റാഫാണ്. മില്ലിൻ്റെ പേരെന്താണ്, ശരിക്കും മില്ല് നിൽക്കുന്ന സ്ഥലം എവിടെയാണ് എന്നുള്ള കാര്യങ്ങളും പിന്നെ നമ്മൾ എന്തൊക്കെ ഡ്രയറൊക്കെ നമ്മളെ കമ്പനിയുടെ ഒരു ഡ്രയറൊക്കെ മേടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡ്രയറിൻ്റെ വിശേഷങ്ങളും ഒക്കെ മില്ലിൻ്റെ വിശേഷം അറിയാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് തുടങ്ങിക്കളയാം അല്ലേ? അപ്പൊ ശരിക്കും സ്ഥലത്തിന്റെ പേരെന്താ പറഞ്ഞത്? മില്ല് നിൽക്കുന്ന സ്ഥലത്തിന്റെ ശരിക്കുള്ള പേര് ഇതിൽ നിൽക്കുന്നത് ചുള്ളിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ചുള്ളിപ്പാറ ഇത് തിരുരങ്ങാടിക്ക് അടുത്താണ്. തിരുരങ്ങാടിന്റെ അടുത്ത് ഏകദേശം ഒരു 3 കിലോമീറ്ററിന്റെ ഉള്ളിൽ നമ്മളെ മമ്പ്രം മക്കാമിന്റെ ഒക്കെ അടുത്തായിട്ട് അത് ചുള്ളിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ മില്ല് തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഞാനിപ്പോ വർഷങ്ങളായി. പിന്നെ ഇപ്പൊ ഈ തേങ്ങ നമ്മള് പച്ചത്തേങ്ങ എടുത്തിട്ട് അത് ആട്ടി കൊടുക്കുന്നത് അങ്ങനെ നിങ്ങളെ ഈ കമ്പനിന്റെ ഒരു പരസ്യം ഞാൻ കണ്ടിരുന്നു. ആ പ്രകാരമാണ് ഞാന് അവിടെ വന്നത്, മെക്മാറിന്റെ കമ്പനിയിൽ വന്നത്. അതിപ്പോ ഏകദേശം ഒരു 1.5 വർഷം മുന്നെയാണ് ഞാനിത് വന്നത്. അവിടെ വന്ന് ഞാൻ എന്ത് ചെയ്ത് ആദ്യം എനിക്കൊരു ഈ ഇത് കണ്ടപ്പോൾ അവിടുത്തെ ഇത് പരിപാടി കണ്ടപ്പോൾ എനിക്കൊന്ന് എടുക്കണം തോന്നി. അങ്ങനെ ഞാൻ ആദ്യം ഒരു 250-ന്റെ ഒരു ഡ്രയർ മേടിച്ചു. അങ്ങനെയാണ് ഞാനത് ഏകദേശം 1.5 വർഷമായി ഫസ്റ്റില് വാങ്ങിയിട്ട്. അങ്ങനെ ഞാൻ അയ്യമ്മലാണ് ആദ്യം തുടങ്ങാന്ന് വിചാരിച്ചത്.
അങ്ങനെ ഞാൻ എന്റെ പച്ചത്തേങ്ങ ആട്ടി കൊടുക്കുന്ന ഒരു രീതിയിലായിട്ട് തുടങ്ങി. അപ്പൊ എനിക്ക് തോന്നി ഒരു മെഷീനും കൂടി വേണം തോന്നി. അങ്ങനെ ഒരു മെഷീൻ വാങ്ങി. പിന്നെ എന്റെ അടുത്ത് ഓൾറെഡി മറ്റേ ആദ്യമായിട്ട് ഒരു ഇതുണ്ടായിരുന്നു, നമ്മള് ഈ കണലിന് കത്തിക്കണേ വിറക് കത്തിച്ച് കണ്ട് ഉണക്കണ ഒരു ട്രേ ഉണ്ടായിരുന്നു. അപ്പൊ ഈ അതിന് ശേഷമാണ് ഞാൻ ഈ മേക്കന്മാറിന്റെ ഇത് കാണുന്നത്. അപ്പൊ അതിന് ശേഷം ആ കറന്റ് വാങ്ങി. അത് വലിയൊരു കുഴപ്പമില്ല, കാരണം കറന്റും എല്ലാം എടുക്കുന്നില്ല. അങ്ങനെയാണ് ഞാൻ അതിപ്പോ നമ്മള് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത് മേടിച്ചിട്ട് എത്ര മാസമായിട്ടുണ്ടാവും? രണ്ടാമത് വാങ്ങിയിട്ട് ഇപ്പൊ ഞാൻ ഒരു 4 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. 4 മാസം കഴിഞ്ഞിട്ടുണ്ടോ? അതായത് കഴിഞ്ഞ സീസണിലെ പണി നമ്മളെ ആ ഡ്രൈമിലും ഫസ്റ്റില് വാങ്ങിയ ഡ്രൈവും പിന്നെ എന്റെ ഈ കണലിനുള്ള ഡ്രൈമിലായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഫസ്റ്റ് നമ്മൾ 250 ഡ്രയർ മേടിച്ചിട്ട് ഏകദേശം 1.5 വർഷമായി. ഈ 1.5 വർഷത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ ഡ്രയറിന് ഉണ്ടായിട്ടുണ്ടോ? ഡ്രൈവിന് ഫസ്റ്റില് നമ്മൾക്ക് വന്ന ഉടനെ തന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഈ ഹീറ്റ് ആകുമ്പോ കട്ട് ഓഫ് ആക്കുന്നത് പ്രശ്നം ഉണ്ടായിരുന്നു. കട്ട് ഓഫ് ആകാത്ത ഉടനെ കമ്പനിക്ക് വിളിച്ചു, അവരവിടുന്ന് സ്റ്റാഫ് വന്നു, അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അതിന്റെ ഒരു ഫാന് പോയിരുന്നു. അത് ഉടനെ തന്നെ അവരെന്ത് ചെയ്തു, പറഞ്ഞേക്കന് റെഡി ആയി തന്നു. പറഞ്ഞു പോയി. അവര് ഞാൻ വിളിച്ചു പറയുമ്പോ അവരൊക്കെ ശരിയാക്കിട്ട് എത്ര കാലമായിട്ടുണ്ടാവും, എത്ര മാസമായിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ഈ ഇത് വന്നിട്ട് ഇപ്പൊ അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞിട്ടുണ്ടോ? 6 മാസം കഴിഞ്ഞു. അന്ന് ഫാന് കംപ്ലീറ്റ് 6 മാസം കഴിഞ്ഞില്ലേ? കഴിഞ്ഞിട്ടുണ്ടോ? അത് ഫാനൊക്കെ മാറ്റി. അതായത് ഇപ്പൊ നമ്മള് അത് കഴിഞ്ഞ വർഷത്തെ ആ ഇതിനൊക്കെ 1-2 പ്രാവശ്യം ഫാൻ കേടുന്ന 2 പ്രാവശ്യം മാറ്റി തന്നു. കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമുക്കൊരു 6 മാസമായിട്ട് ഒരു കുഴപ്പം 2 മെഷീനും ഇല്ല. അപ്പൊ പുതിയ മെഷീൻ വാങ്ങിയിട്ട് ഒരു കുഴപ്പം വന്നിട്ടില്ല. എല്ലാ ദിവസവും വെക്കലുണ്ടെങ്കിൽ നാളികേരം പഴയതിലും പുതിയതിലൊക്കെ എല്ലാ ദിവസവും വെക്കലുണ്ട്. ഇതുവരെ നമുക്ക് അങ്ങനെ വെക്കാതെ വന്നിട്ടില്ല. എല്ലാ ദിവസവും ഉണ്ടാവലുണ്ട്. എല്ലാ ദിവസവും 2 വർക്ക്. ഇപ്പൊ ഇങ്ങനെ 2 ചെറുത് പിടിക്കാനുള്ള കാരണം നിങ്ങൾക്ക് അത്യാവശ്യം വലിയ മില്ലാണല്ലോ, അതോ ചെറുത് മതി എന്ന് കരുതിയിട്ടാണോ? അതിപ്പോ ഞാൻ ചിന്തിച്ചത് നമ്മള് സ്ഥലത്തിന്റെ ഒരു പ്രശ്നമാണ്. അതായത് നമ്മളിപ്പോ ഈ ഉള്ള സ്ഥലത്തിന്റെ ഉള്ളിലായിരിക്കണം. അതായത് 2 സ്റ്റാഫ് ആണെങ്കിൽ 2 സ്റ്റാഫിനെ കൊണ്ട് ഇത് മറ്റുള്ള പണികളും നടക്കണം. ഇതിപ്പോ ആട്ടലും ഉണക്കലും അരി പൊടിച്ചലും മല്ലി പൊടിച്ചലും ഇതൊക്കെ നടക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യത്തിൽ ഇത് മനസ്സിലാക്കിയിട്ടാണ് ഈ 2 ഡ്രയർ ചെറുത് മേടിക്കാനുള്ള കാരണം നമ്മൾ തന്നെ 1500 ഒക്കെ ഉണ്ട്. നമുക്ക് അത് അത്ര സ്റ്റൈലും അത്ര ഫേസും വേണം. പിന്നെ കുറെ സ്റ്റാഫിനെ കൂട്ടണം. ബാക്കിലൊക്കെ നമ്മള് കെട്ടി അത് നമ്മളിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ തൽക്കാലം ഇപ്പൊ ഇങ്ങനെ ഒരു ഇതിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. ഇപ്പൊ നമ്മൾ ഈ ഡ്രയറിനകത്ത് നാളികേരം എത്ര ഫസ്റ്റിൽ വെക്കുകയാണെങ്കിൽ എത്ര സമയങ്ങൾ വെക്കലുണ്ട്? ഇപ്പൊ നമ്മള് ഫസ്റ്റിൽ വെക്കണമെങ്കിൽ ഇപ്പൊ നമ്മള് വെട്ടിക്കണ്ട് ആ പച്ചവടക്ക് വെക്കണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 16 മണിക്കൂർ കണ്ട് വരുന്നുണ്ട്. പിന്നെ രണ്ടാമത് ചിരട്ടിന്ന് എടുത്തിട്ടാണെങ്കിലോ? രണ്ടാമത് വെക്കണമെങ്കിൽ നമ്മൾ രാത്രി പിന്നെ രാവിലെ ഇട്ടാല് രാത്രി ഒരു 10 മണിയാകുമ്പോഴത്തേനും ഓഫാവും. ആ ടൈമിങ് വെച്ചാൽ മതി. അപ്പൊ പിറ്റേന്ന് രാവിലെ നമുക്ക് എന്തായത് അത് ആട്ടാൻ കഴിയും. അപ്പൊ പിന്നെ ഇത് രണ്ടാമത് ചിരട്ടിന്ന് എടുത്തിട്ട് നിങ്ങൾ കട്ട് ചെയ്തിട്ടാണോ കയറ്റില്ല, അതോ കട്ട് ചെയ്യാതെ ചിരട്ടിന്ന് നടത്തിക്കണ്ട് നമ്മളത് മെഷീൻ ഇട്ടിക്കണ്ട് ആദ്യം കൈകൊണ്ടായിരുന്നു. പിന്നെ ഈ മേക്കന്മാറിന് ഞാനൊരു മെഷീൻ കട്ടർ മെഷീൻ വാങ്ങി. അതിന്റെ പരസ്യം കണ്ടപ്പോ അത് ഞങ്ങൾ കൈകൊണ്ടിരുന്ന് കട്ട് ചെയ്തിരുന്നു. അത് മേടിച്ചിട്ട് എത്രയാണ്? അത് മേടിച്ചിട്ട് ഇപ്പൊ ഇവിടെ ഈ പറഞ്ഞ മാതിരി തന്നെ ഒരു 6 മാസമായി 7 മാസമായിട്ടുണ്ട്. അതുവരെ നമ്മൾ കൈകൊണ്ടിരുന്ന് കട്ട് ചെയ്തിരുന്നത്. അപ്പൊ ഈ മേക്കന്മാറിന്റെ ഇതേമാതിരി ഒരു ഇത് കണ്ടപ്പോഴാണ് ആ മെഷീൻ ബുക്ക് ചെയ്ത് ആ മെഷീൻ വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും എത്ര ഉണ്ടെങ്കിലും ഒരു 20 മിനിറ്റ് കൊണ്ട് പണി കഴിയും. അപ്പൊ അത് മേടിച്ചിട്ട് 6 മാസമായിക്കണം. 6 മാസമായി കട്ടർ മേടിച്ചിട്ട്. അതെ. അപ്പൊ ഈ കട്ടറിന് കട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ പിന്നെ ഡ്രയറിൽ കയറ്റല്ലേ? അതെ. അതിപ്പോ നിങ്ങൾക്ക് കാണാം കട്ട് ചെയ്യുന്നതും ഡ്രയർ കാറ്റുന്നതും ഡ്രയറിന് എടുത്ത് ഉണക്കുന്നതും ആട്ടുന്നതും ഒക്കെ കട്ട് ചെയ്തത് ഉണക്കുന്നതൊക്കെ കാണാം. ആയിക്കോട്ടെ. പിന്നെ ആൾക്കാർ വന്ന് നിങ്ങളോട് ചോദിക്കലുണ്ടോ നമ്മൾ ഈ ഡ്രയർ എവിടുന്ന മേടിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒക്കെ? ചോദിക്കലുണ്ട്. അപ്പൊ മറ്റുള്ള മില്ലറൊക്കെ വന്ന് നോക്കലുണ്ട്, ചോദിക്കലുണ്ട്. പരിചയപ്പെടുത്തി കൊടുക്കലുണ്ട്. നമുക്ക് അത് പരിചയപ്പെടുത്തി അവര് ചെയ്യട്ടെ. അതെ. പിന്നെ വേറെ നിങ്ങളിപ്പോ ഇതിൽ വേറെ എന്തെങ്കിലും പരീക്ഷണം നടത്തിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ സമയം കുറച്ച് വെച്ച് അങ്ങനെ നോക്കിയൊന്നും ചെയ്തിട്ടുണ്ടോ? ആ ഡ്രയറിനകത്ത് 15 മണിക്കൂറുള്ളത് ഒരു 12 മണിക്കൂർ വെച്ചിട്ട് അപ്പൊ ചിരട്ടിന്ന് പോരാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവൂലേ? അങ്ങനെ നമ്മള് പരീക്ഷണം നടത്താൻ ഈ ഇലക്ട്രിക് ഡ്രൈവില് പരീക്ഷണം നടത്തിയിട്ടില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും വെച്ചാല് എനിക്ക് എന്റെ ഒരു ബിസിനസിന്റെ ലാഭം നോക്കിയിട്ട് ഇപ്പൊ നമ്മള് കണലിനുള്ള ഇതിലാണ് ഫസ്റ്റില് വെട്ടിയിടല്. എന്നതിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യും, അത് അതിനെടുത്തിക്കാണ്ട് അടത്തിക്കാണ്ട് നമ്മള് പിന്നെ മിഷീനിലിട്ട് കട്ട് ചെയ്തിക്കാണ്ട് ഇതിലിടും. രണ്ടാമതാണ് നമ്മുടെ ഡ്രൈവറിനകത്ത് ഇടുന്നത്. അതായത് ശരിക്കും ഇപ്പൊ ഞാന് അങ്ങനെയാണ് ചെയ്തു വരുന്നത്. എന്തുകൊണ്ടറിയോ? ഇതിന് മുന്നേ അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പൊ ഞാൻ ചെയ്തു വരുന്നത് അങ്ങനെ നമ്മുടെ ലാഭത്തിന് വേണ്ടി, അതായത് സമയലാഭം കറണ്ട് ലാഭം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഓരോ പരീക്ഷണങ്ങളാണല്ലോ. പ്രശ്നം എന്തെങ്കിലും തോനെ വരികയാണെങ്കിൽ ഓക്കെ. അപ്പൊ നമ്മൾ ഈ മില്ലിന് വേറെ എന്തൊക്കെയാ ഇവിടെ ഉള്ളത്?
വേറെ നമ്മള് അരി പൊടിക്കുന്നുണ്ട്, പിന്നെ മല്ലി മുളക് പൊടിക്കുന്നുണ്ട്, നെല്ല് കുത്തുന്നുണ്ട്. നെല്ല് കുത്തുന്നുണ്ട്, ഇപ്പോഴും നെല്ല് കുത്തുന്നുണ്ട്. ഇവിടെയൊക്കെ അങ്ങനെ ആൾക്കാരെ കസ്റ്റമർ കൊണ്ടുവരും, കുത്തി കൊടുക്കും. പക്ഷെ അതൊക്കെ കാണാത്ത ആൾക്കാരാണ്. ഇവിടെ കുത്താനൊന്നും ഇല്ലല്ലോ, ഇപ്പൊ കുത്താതെ റെഡി ആയിട്ടില്ല. ഇപ്പൊ നെല്ലില്ല, സ്റ്റോക്കിലില്ല, വന്നത് കഴിഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഒന്നാമത് ഇന്നത്തെ ദിവസം തിങ്കളാഴ്ച ആയതുകൊണ്ട്, ഞായറാഴ്ച ലീവ് ആയതുകൊണ്ട് ശനിയാഴ്ച മൊത്തം കല്യാക്കി. അങ്ങനെ ഇവിടെ വേറെ എത്ര പണിക്കാരുണ്ട് ശരിക്കും? ഇവിടെ പണിക്കാരെന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഒരാള്, പിന്നെ ഞങ്ങള് എന്റെ മക്കളും എല്ലാം കൂടെ സഹായിക്കും. നിങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കലുണ്ടോ? എങ്ങനെയാണ്? ഞാൻ ഇതുവരെ പുറത്തായിരുന്നു. പുറത്ത് എവിടെയായിരുന്നു? സൗദിയിലായിരുന്നു. ഒരു 10-35 വർഷം സൗദിയിലായിരുന്നു. ഇപ്പൊ ക്യാൻസലാക്കിയിട്ട് പോകാൻ നിർത്തിയിട്ട് ഒരു 5 വർഷമായി. ഇപ്പൊ ഞാനും കണ്ടിന്യൂ ആയിട്ട് ഇവിടെ ഉണ്ടാകലുണ്ട് സഹായത്തിന്. നമ്മള് ഒരുപാട് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പുതിയ ഒരാൾ ഇപ്പോൾ ഒന്നുമില്ല പ്രവാസി അല്ലെങ്കിൽ നാട്ടിലത്തെ ഒരു സംരംഭകരെ വന്ന് കാണും, ഒരു മില്ലൊക്കെ ഒരു ഫ്ലോർ മില്ല് തുടങ്ങുക എന്ന് എഴുതിക്കാണ് വരികയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എവിടുന്ന് തൊട്ട് തുടങ്ങണം, എവിടെ നമ്മൾ അന്വേഷിക്കണം, പിന്നെ അതുപോലെ തന്നെ കറണ്ട്, ഇങ്ങനെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, ഒരുപാട് വർഷങ്ങളെ പരിചയമുള്ള ഒരാൾ എന്ന നിലയ്ക്ക് നിങ്ങളെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളെ പ്രേക്ഷകർ ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോ കാണുന്നതാണ്, പല സ്ഥലത്തുനിന്ന് പല ദിക്കുന്ന് വീഡിയോ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ സംരംഭം തുടങ്ങി എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ള ഒരു ആകുലത ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത്തരം വീഡിയോയിൽ കൂടി ഒരു പക്ഷേ അവർക്ക് പ്രചോദനം ഉണ്ടാവാം. അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഒന്നൊന്ന് പറഞ്ഞ് തരും. ഞാൻ തുടങ്ങിയ സമയത്തുള്ളതാണ് എനിക്കിപ്പോ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി ലഘൂകരിച്ചിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. നമ്മൾ തുടങ്ങിയ സമയത്ത് ഞാനൊരു പ്രവാസിയാണ്. അങ്ങനെ അന്ന് ഞാൻ പോയി വർഷം ഒരു 10-20 വർഷമായിരുന്നു. ശേഷമാണ് എനിക്കിങ്ങനെ ഒരു മില്ല് തുടങ്ങാന്നുള്ള ഒരു ആശ്രയം വെച്ചത്. ഞാൻ ആദ്യം ചെയ്തത് നമ്മുടെ KSB, ഞങ്ങൾ ഇവിടുത്തെ KSBനെ പോയി സന്ദർശിച്ചിട്ട് എനിക്കിങ്ങനെ ഒരു മില്ല് തുടങ്ങാനുള്ള അഭിപ്രായമുണ്ട്, അതിനുള്ള ഒരു കപ്പാസിറ്റി, ലൈൻ കപ്പാസിറ്റി ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ അതിന് ആലൊക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ചാർജ് കെട്ടണം. അവരത് ഈ ലൈനിൽ വരുന്ന കറണ്ട് കണക്ഷനെ എങ്ങനെ, എന്താണ് അതിന്റെ പേര്? ആലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അന്നത്തേത്. അപ്പൊ അതിന് പണം കെട്ടിയിട്ട് അവര് വന്ന് പരിശോധിച്ചപ്പോ ഈ ലൈനിൽ കറണ്ട് കണക്ഷൻ തരാനുള്ള കറണ്ട് ഉണ്ടാവും നോക്കിയതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് റിപ്പോർട്ട് തന്നു. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഒരു 15 HP മോട്ടറിന്റെ കറണ്ടാണ് തുടങ്ങാൻ പോകുന്നത് മെഷീന്. ആ 15 HP കപ്പാസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് മുനിസിപ്പാലിറ്റിയിൽ എന്റെ സ്ഥലം ഇത് ചെയ്തു. അവരത് മീറ്റിങ്ങിനിട്ട് എനിക്ക് സ്ഥലം പാസ്സാക്കി. അതായത് എനിക്ക് തുടങ്ങാനുള്ള കെട്ടിടം തുടങ്ങാനുള്ള ആ കെട്ടിടത്തിന്റെ നിയമങ്ങളും വശങ്ങളും അന്നത്തെ എഞ്ചിനീയർ വന്നിട്ട് പറഞ്ഞു തന്നു. ഇത്ര അടിക്ക് താന്നത്ര ഇത് വേണമെന്നൊക്കെ, ഇത്ര ഉയരം വേണമെന്നൊക്കെ. അപ്പൊ ആ ഉയരത്തിൽ ഇത്ര നീളമാണ് എന്റെ മില്ലിനുള്ളത്. 6 മീറ്റർ വീതിയും 10 മീറ്റർ നീളമാണ്. ഉയരത്തിന് കണക്കുണ്ടാവും. ഉയരം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 15 അടിന്റെ മേലുണ്ടാവും, മേലെ ഉയരം ഉണ്ടാവും. അപ്പൊ അങ്ങനെ എയർ സർക്കുലേഷൻ വേണം അല്ലെ? എയർ സർക്കുലേഷൻ വേണമെന്നും പിന്നെ എയർ സർക്കുലേഷൻ മോൾക്ക് വേണമെന്നും നിയമമുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അന്നത്തെ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയത്. അപ്പൊ അത് റെഡി ആയതിനു ശേഷം ഞാൻ ആദ്യം ഇങ്ങനെ മെഷീൻ ഇറക്കുമതി ചെയ്യാനുള്ള അത് ചെയ്തു. അങ്ങനെ ഒരു കമ്പനിനെ കണ്ടു, മെഷീൻ ഇറക്കുമതി ചെയ്തു. മെഷീൻ ഇറക്കുമതി കഴിഞ്ഞതിന് ശേഷം അതിന് ഫിറ്ററെ കണ്ടു. ആ ഫിറ്റർ അതിനനുസരിച്ച് നമ്മളെ സ്ഥലത്തിന്റെ സൗകര്യത്തിനനുസരിച്ച് എങ്ങനെയൊക്കെ വേണമെന്നുള്ള ആ ഫിറ്റർ അത് മെഷീൻ ഫിറ്റ് ചെയ്തു. എന്നതിന് ശേഷം ഞാൻ KSB പോയി അവിടുന്ന് പറഞ്ഞു, അങ്ങനെ നമ്മളെ മെഷീൻ ഫിറ്റ് ചെയ്തിരിക്കുന്നു, എല്ലാം റെഡി ആയിക്കുന്നു പറഞ്ഞു. അവരതിന് വയറിംഗ് ചെയ്യാനുള്ള അതിന്റെ നിയമങ്ങളും വശങ്ങളും പറഞ്ഞു തന്നു. അത് ലൈസൻസ് ഉള്ള ഒരു വയർമാനെ കണ്ട് അയാൾ അതിന്റെ വയറിംഗും ചെയ്യാനുള്ള എല്ലാം ചെയ്തതിനു ശേഷം അതിന് എന്തൊക്കെ ഗവൺമെന്റ് നിയമത്തിൽ KSBക്ക് ആവശ്യമുള്ളത് ആ ആവശ്യമുള്ളത് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് ബോർഡ്, ഈ വക ബോർഡുകൾ ഇതൊന്ന് തിരിഞ്ഞു, ഈ ബോർഡുകളൊക്കെ അന്ന് ഫിറ്റ് ചെയ്തു. അങ്ങനെയുള്ള ഗ്യാരണ്ടും കപ്പാസിറ്റും മറ്റതും മറിച്ചതൊക്കെ ഉള്ള ബോർഡ് ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതേമാതിരിക്കുള്ള ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം KSBനെ അറിയിച്ചു. KSB അവർ വന്ന് നോക്കി പരിശോധിച്ചതിന് ശേഷമാണ് നമുക്ക് കണക്ഷനുള്ള ഇത് തന്നത് കിട്ടിയത്. പിന്നെ അത് കണക്ഷൻ കിട്ടിയതിനു ശേഷം പിന്നെ ലൈസൻസിന് അപേക്ഷിച്ചു. ലൈസൻസ് പഞ്ചായത്ത് ലൈസൻസ് ആണ്. പഞ്ചായത്ത് ലൈസൻസ്, പിന്നെ ഈ പൊള്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പിന്നെ അതിന് 30 SSI സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇത് ലൈസൻസ്, ഇത് പൊള്യൂഷൻ പിന്നെ SSI സർട്ടിഫിക്കറ്റ് താൽക്കാലികമായി തുടങ്ങാനുള്ള ഒരു ഇതായിരുന്നു, പെർമനന്റ് ആയിപ്പോ ഏത്. പിന്നെ ഇത് പൊള്യൂഷൻ സർട്ടിഫിക്കറ്റ് ഏത്. അപ്പൊ അതിനൊക്കെ കൊടുത്തതിന് ശേഷം ഒക്കെ റെഡി ആയതിനു ശേഷമാണ് ഞാൻ തുടങ്ങിയത് അല്ലേ? തുടങ്ങിയത്. അപ്പൊ അന്നത്തെ കാലത്ത് നിങ്ങൾ ഒരുപാട് പാഞ്ചുണ്ടാവും അല്ലേ? അവിടെ ഒരുപാട് പറഞ്ഞ നിയമങ്ങൾ അതിനനുസരിച്ച് പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഒരുപാട് ലഘൂകരിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പൊ നമ്മള് അറിയില്ല. ഇപ്പൊ എനിക്ക് അറിയാം, ഇപ്പത്തെ കുറച്ച് ലഘൂകരിച്ചിട്ടുണ്ട്. കെട്ടിടത്തിന് അങ്ങനത്തെ ഒരു ഇത് വേണ്ടെന്നൊക്കെ. പിന്നെ വേറെ ഒന്നുണ്ട്, അതിന്റെ മുഖ്യമായിട്ടൊരു കാര്യമുണ്ട്. നമ്മളൊരു മില്ല് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അന്നത്തെ നിയമം, ഇപ്പത്തെ നിയമം എനിക്ക് അറിഞ്ഞൂടാ. അന്ന് 100 മീറ്ററിന്റെ അകത്ത് എത്ര വീടുണ്ട് അവരൊക്കെ കൺസെഷൻ വാങ്ങണം.
പെർമിഷൻ എഴുതി മേടിക്കണം. എഴുതി അവര് ഞങ്ങൾക്ക് ഈ മില്ല് ഞങ്ങൾ അടുത്ത് തുടങ്ങണേ ഞങ്ങൾക്ക് വിരോധമില്ല എന്നുള്ളത് ഒരു ഇതുണ്ട്. ഇപ്പൊ തന്നെ നിയമം എനിക്ക് അറിഞ്ഞൂടാ. അന്ന് നമ്മളെ വീട്ടിനകത്ത് 100 മീറ്ററിനുള്ളിൽ എത്ര വീടുണ്ട് അത്രയും വീടിന്റെ കൺസ്ട്രക്ഷൻ ഓക്കെയാണ്, ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ള അവര് എഴുതി തരണം. എന്നാലും തുടങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ല എന്നാണ് അല്ലേ മാറ്റങ്ങൾ. ഇനി എന്താന്ന് എനിക്ക് അറിയില്ല. അന്നത്തെ നിയമം അങ്ങനെ. അതൊക്കെ വാങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇതിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അവരൊക്കെ തരുമെന്നുള്ളത് ആദ്യം ഒന്ന് അന്വേഷിച്ചതിന് ശേഷമാണ് ഞാൻ KSB തന്നെ അന്വേഷിച്ചത്. അവർക്കൊക്കെ നോ ഒബ്ജക്ഷൻ ആണോ എന്നുള്ളത്. അപ്പൊ നോ ഒബ്ജക്ഷൻ ആണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിൽ നിന്നത്. കാരണം ഇത് അതങ്ങനത്തെ നമുക്ക് ചില ഒരാൾ ഒബ്ജക്ഷൻ പറയാൻ പറ്റില്ല, ശബ്ദം എനിക്ക് പ്രശ്നമാണ്, രാത്രി ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് പ്രശ്നമാണ്. പിന്നെ അടുത്തടുത്ത് വീടാകുമ്പോൾ ചിലർക്ക് അത് പിന്നെ വല്ല പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. അതിനാണ് ഈ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കണം. അന്നത്തെ കാലത്ത് ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ഒരുപാട് ശ്രദ്ധിക്കുന്നു. ഇപ്പത്തെ നിയമം എനിക്ക് അറിഞ്ഞൂടാ. അതായത് ഇപ്പൊ ഇത് 2005-2006 അന്നത്തെ നിയമമാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഇപ്പത്തത് ബാധകല്ല. ഇപ്പത്തെ 100 മീറ്ററിന്റെ ബാധകം ഉണ്ടാവും. ഇത് വീട്ടിന്റെ കൺസ്ട്രക്ഷൻ വാങ്ങുന്നതിന് ഒരു സമ്മതം മേടിക്കുന്നുണ്ടാവും. പിന്നെ KSBന്റെ ഉറപ്പ് വരുത്തണം. മറ്റത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ എന്താണെന്നുള്ളത് ഇപ്പത്തെ നിയമം എനിക്ക് അറിഞ്ഞൂടാ. അന്നത്തെ നിയമം വെച്ചാൽ പഞ്ചായത്തിന് നമ്മൾ ആദ്യം ഇത് കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷിക്കണം. അവരത് മീറ്റിംഗിലിട്ട് പാസ്സാക്കേണ്ടിയിരുന്നത് പഞ്ചായത്തിൽ കെട്ടണമെങ്കിൽ തന്നെ. എന്നതിന് ശേഷം നമുക്ക് കെട്ടിടം ഏത് രീതിയിൽ കെട്ടണം എന്നുള്ളത് അവർ നിർദ്ദേശം എഞ്ചിനീയർ പറഞ്ഞു തരും. അതിനനുസരിച്ച് കെട്ടണം. അതുപോലെ നമ്മൾ ചെയ്യേണ്ടത്. അതിനനുസരിച്ച് അന്നത്തെ ഫൗണ്ടേഷൻ ഒക്കെ അങ്ങനെ ആവേണ്ടിയിരുന്നു. കരിങ്കല്ലുകൊണ്ടൊക്കെയായിരുന്നു അന്നത്തെ ഫൗണ്ടേഷൻ. ഇപ്പത്തെ എന്താണെന്ന് എനിക്കറിയാം. ഓക്കെ റസാഖ്, അപ്പൊ അങ്ങനെ അന്നത്തെ കാലത്തെ കഥയാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. ഏതായാലും പിന്നെ ഇപ്പൊ ഈ മില്ലിൽ നിങ്ങൾ എത്ര HP മോട്ടറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്? 15 HP മോട്ടറാണ് വർക്ക് ചെയ്യുന്നത്. അതിന് ഞാൻ പിന്നെ നെല്ല് കുത്തുന്നതുണ്ട്, മല്ല് മാത്രം പൊടിക്കുന്ന ഗ്രൈൻഡർ ഉണ്ട്. പിന്നെ ഇപ്പൊ മെക്മാർക്കിന്റെ തന്നെ 250 ഡ്രയർ ഉണ്ട് പറഞ്ഞു അല്ലേ? അപ്പൊ ഈ ഡ്രയറിനകത്ത് നാളികേരം വെക്കുന്നതും ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ട് ഡ്രയറിനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം നമുക്ക്. തീർച്ചയായിട്ടും നമുക്ക് പോയി നോക്കാം. ഇതിപ്പോ ഈ ഡ്രയർ ഇപ്പൊ ഇതാണല്ലോ ഇപ്പൊ മെക്മാർക്കിന്റെ ഡ്രയർ അല്ലേ? 250 ഏകദേശം പറഞ്ഞത് 1.5 വർഷം പഴക്കമുള്ള ഒരു ഡ്രയറാണ്. ഇതിപ്പോ നിങ്ങൾ നാളികേരം ഇനിയിപ്പോ വെച്ചിട്ട് 2.5 മണിക്കൂറും കഴിഞ്ഞാൽ ചിരട്ടിന്ന് എടുക്കാന്നാണ് ഇപ്പൊ ഇതില് അല്ലേ? 2.5 മണിക്കൂർ ചിരട്ടിന്ന് എടുക്കാം. അതിനുള്ള ചെറിയ എക്സാമ്പിൾ ആണ് ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് ഇതാണ്. ഇതിപ്പോ ഏകദേശം ഇതായി തുടങ്ങി. ഇതിപ്പോ നമുക്ക് വേറെടുത്ത് എടുക്കാം. അതായത് 2 മണിക്കൂർ കഴിഞ്ഞാൽ അത് ഓക്കെ ആവും. അത് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്നും ഇങ്ങനെ വെട്ടി കൊടുത്താൽ പോരും. തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഈ ടെമ്പറേച്ചർ എത്രയാണ്? നിങ്ങൾ 66 70 എത്ര വെക്കുന്നത്? ഇതിപ്പോ ഞാൻ പച്ചത്തേങ്ങ ഇടുമ്പോൾ 60-70 ടെമ്പറേച്ചർ വെച്ചിട്ടുള്ളത്. ഇത് കുറച്ച് പഴയതായതുകൊണ്ടാണ് 70 വെച്ചിട്ടുള്ളത്. പുതിയതിൽ 70 തന്നെയാണ് വെക്കുന്നത്? അല്ലല്ല, 65. പുതിയ 65. ഇത് കുറച്ച് കാരണം 1.5 വർഷം പഴക്കമുള്ളതുകൊണ്ടാണ് ഇത് 70 വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ബാക്കിൽ കാണുന്ന ഈ എയറോളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യലുണ്ടോ? എയറോള് ഞാനിപ്പോ ഇത് തുറന്നിടലാണ്, ഓപ്പൺ ചെയ്തിടലാണ്. കാരണം എന്താ അറിയോ, 2 ടൈമിൽ നിങ്ങൾ തുറന്നിടൽ തന്നെയാണോ? അപ്പൊ ഇതിപ്പോ ഞാൻ 2 ടൈമിൽ തുറന്ന് ഇങ്ങനത്തെ ഇടലില്ലേ? കാരണം അത് ഫസ്റ്റ് നമ്മൾ കണ്ടീഷൻ വെച്ച് ഇപ്പോഴുള്ള ടയറിനകത്തൊക്കെ 15 മണിക്കൂർ തുറന്നും വെക്കുക, 15 മണിക്കൂർ ക്ലോസ് ചെയ്തൊക്കെ ഏതെങ്കിലും ഒരു ഷട്ടർ അല്പോ തുറന്ന് വെക്കുക എന്നാണ് സിസ്റ്റം ചെയ്യല്. ശരിയാണ്. ഇതിപ്പോ ഞാനിപ്പോ ഇങ്ങനെ തുറന്നിട്ടാണ് കിടക്കുന്നത്. കാരണം എനിക്ക് ഞാൻ കൂടുതൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പച്ചത്തേങ്ങ ഇപ്പോ ഞാൻ ശരിക്കും മറ്റേലിടലാണ്. അത് ഞങ്ങളെ ലാഭത്തിന് വേണ്ടി പച്ചത്തേങ്ങ അതിലിടലാണ്. അത് ഇട്ടിട്ടുണ്ട്. അതിന് ആ ട്രേ ആണ് ഇപ്പൊ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ആ ട്രേ ഒന്ന് കണ്ടോളി. എന്നിട്ട് നമ്മളിതില് പിന്നെ ഇത് വെട്ടാൻ വേണ്ടിയിട്ടുള്ള അടത്തിന് ശേഷമാണ് ഇപ്പൊ നമ്മൾ ഇതിലിടല്. കട്ട് ചെയ്ത് കണ്ടപ്പോ അത് കാണിച്ചിട്ട് കാണിക്കും. അപ്പൊ അത് അങ്ങനെയാണ് ചെയ്യല്. അപ്പൊ ഇതിപ്പോ ഞാൻ പച്ചത്തേങ്ങ ഇതിൽ ഇട്ടിട്ടുള്ളതാണ്. ഇതിപ്പോ ഒരു 15 മണിക്കൂർ കൊണ്ട് നമുക്ക് ഏകദേശം ഇതായി തുടങ്ങി. 2 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ മണിക്കൂർ കഴിഞ്ഞാൽ കട്ട് ഓഫ് നമുക്ക് അടത്താൻ റെഡിയിലായി. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് മെഷീനിൽ അത് അടത്തി മെഷീനിലിട്ട് കട്ട് ചെയ്ത് നമ്മൾ ഡ്രൈ തന്നെ ഇതിൽ തന്നെ വീണ്ടും കാറ്റും. കാറ്റിന് ശേഷം കട്ട് ചെയ്തതിനു ശേഷം ഇതിൽ കാറ്റി ഒരു 12 മണിക്കൂർ 10 മണിക്കൂറിനുള്ളിൽ അത് ശരിക്ക് ആട്ടാനുള്ള റെഡിയായി. അത് കഴിഞ്ഞാൽ നമ്മൾ ആട്ടും ചെയ്യും. ആ ആട്ടുന്നത് നിങ്ങൾക്ക് കാണാം. ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ ഇത് ഓഫായി കഴിഞ്ഞ ശേഷം ചിരട്ടിന്ന് എടുക്കുന്നത് കാണാം. അതുപോലെ തന്നെ ചിരട്ടിന്ന് എടുത്തിട്ട് കട്ട് ചെയ്യുന്നത് കാണാം അല്ലെ? കട്ട് ചെയ്തതിനു ശേഷം ട്രയറിനകത്ത് വെക്കുന്നത് കാണാം. അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമ്മളെ എക്സ്പെർട്ട് വീഡിയോയിൽ കാണാം. അപ്പൊ ക്ഷമിച്ച് കുറച്ചു നേരം അല്ലെ, ഒരു ആകെ 8-10 മിനിറ്റേ വീഡിയോ ഉണ്ടാവുള്ളൂ. ഒന്ന് കാണുകയാണെങ്കിൽ
സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നമ്മൾ റസാഖാന്റെ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ കാണാം. Making moves like a ninja. I could play it cool like I'm winter. I can make it rain like a cash tsunami. You wanna slip and slide, we can link up. Working all the time, make it duller. Be a student, try to make $1. Wanna live life like I'm on vacation. Gotta get those good vibrations. Glowing so bright, I'm going solar. I'm riding high and it's just closer. Loving what I do and I know nothing gets me down, 'cause I can turn it round like. Wanna have a party, let it all hang out. Come on, let me show you what it's all about. Like, I like it better when we all get loud. I feel the goodness all around, like, I'm feeling good now. I'm feeling good now. I'm feeling good now. Feeling like a top-down summer. I've been on the rise, it's a come up. No, I don't gotta try, I'm a natural stunner. Hitting home runs like a baseball runner. Yeah, I just go up, never coming down, down. Good things show up, got me saying wow, wow. Oh, wow. Glowing so bright, I'm going solar. I'm riding high and it's just closer. Loving what I do and I know nothing gets me down, 'cause I can turn it round like. Wanna have a party, let it all hang out. Come on, let me show you what it's all about. Like, I like it better when we all get loud. I feel the goodness all around, like, I'm feeling good now. ഇതാണ് നമ്മളെ ഫയർ ബോട്ടിലെ. ഇതാണ് പഴയ നമ്മളെ എയർപോർട്ട്. ഇതിപ്പോ ഏകദേശം നമ്മള് തേങ്ങ കട്ട് ചെയ്ത് ഞാൻ ഫസ്റ്റ് കൂടുതൽ ഇഡലിട്ടാണ്. ഇതാവുമ്പോ നമ്മള് ഇതും ഡ്രൈ ആണ്. ഏത് ടൈപ്പാണ്, നല്ല ടൈപ്പാണ്. ഓക്കെ, ഇതൊക്കെ നല്ല ഡ്രൈ ആണ്, ഇതും ഡ്രൈ ആണ്. അപ്പൊ ഇതിനിപ്പോ എത്ര വർഷം പഴക്കണ്ട് ഇപ്പൊ ഈ ഡ്രയറിന്, ഈ ഡ്രയർ ഫയർ ബോട്ടിന്? ഇതിനിപ്പോ എനിക്ക് ഞാൻ തുടങ്ങിയിട്ട് ആകെ 1.5 വർഷം കൊണ്ടാണ് ഇതൊക്കെ 1.5 വർഷം തന്നെ പഴക്കമുള്ളൂ എന്ന് പറയാലോ. ഇതിപ്പോ നമ്മള് ഇതിലാണ് തീയിടല്ലേ, ഇത് വലിച്ചിട്ട് ഇതിന് ചാപ്റ്റർ ഇട്ട് കത്തിച്ചിട്ട് തള്ളി തള്ളി കൊടുത്ത് ഇത് അടച്ചു കഴിഞ്ഞാൽ ഇതും തന്നെ പുക കാര്യങ്ങളൊന്നും. അപ്പൊ ഇതിന്ന് ഇപ്പൊ ചിരട്ടന്ന് എടുക്കാനായിക്കണല്ലേ? അത് ഇതെടുക്കാനായിക്കണം ഓൾറെഡി. ഇപ്പൊ ഇത് നടത്താനായി. Wanna have a party, let it all hang out. Come on, let me show you what it's all about. Like, I like it better when we all get loud. I feel the goodness all around, like, I'm feeling good now. I'm feeling good now. അത്ര കൊള്ളു അതില്? ആ പുള്ളു കൊള്ളു? ആ മോൾ കറ്റ
പൊടിയാണല്ലേ ഇതായിട്ടില്ല ഇനി അതിട്ട് ആ എണ്ണയും കൂടി പോരും. അത് അതിൻ്റെ അങ്ങാപ്പുറത്തും ഈ ഭാഗത്ത് ആ എണ്ണ പോരുന്നത്. അതിലെണ്ണല്ലേ നമ്മൾ ഈ ഡ്രയറിനകത്തേ ഇപ്പൊ ഏകദേശം ഒരു 15 മണിക്കൂർ നിങ്ങൾ 16 മണിക്കൂർ വെക്കുകയാണ് ഫസ്റ്റ് ടൈം പറഞ്ഞു, പിന്നെ ഒരു 12 മണിക്കൂറും വെക്കുകയെന്ന് പറഞ്ഞു. അപ്പൊ ഈ ടോട്ടലി 28 മണിക്കൂർ വെക്കുമ്പോഴേ നമുക്ക് ഏകദേശം എത്ര യൂണിറ്റ് കറണ്ട് വരുന്നുണ്ട് എന്നുള്ളത് നോക്കിയിട്ടുണ്ടോ? പിന്നെ ഈ വെള്ളം കൂടുതലുള്ള ഇതാവുമ്പോൾ വെള്ളം കൂടുതൽ നല്ല പ്യൂർ പച്ച വെള്ളം കൂടുതലുണ്ട്, അതാവുമ്പോ ലേശം കറണ്ട് കൂടുതലെടുക്കും ഇതിൽ വെച്ചാല്. അപ്പൊ നമ്മൾ മൊത്തം ആട്ടാനാവുമ്പോ 38, 39, 35 തോതിൽ യൂണിറ്റ് ആട്ടാനാവുമ്പോ കറണ്ട് 35 അല്ലെങ്കിൽ 38 അല്ലെങ്കിൽ 30. ഇതിപ്പോ എന്താണ് മഞ്ഞൾ പൊടിക്കണല്ലേ? ഇത് മല്ലി മാത്രം. ഇതാണ് നമ്മളെ ഇല്ല അല്ലേ? ഇതെല്ലാം കുത്തനൊക്കെ ഒന്ന് കാണുന്ന ആൾക്കാർ, കാരണം കൊറേ കാലമായി. പ്രസാക്ക നമ്മള് ഇപ്പൊ മില്ലില് നിങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ ഈ പച്ചത്തേങ്ങ എടുക്കുന്നത്? തൂക്കി മേടിക്കുകയാണോ അതോ കൊപ്പരക്കാണോ? എങ്ങനെയാണ് ചാർജ് മേടിക്കല്? ചില മില്ലുകളില് വ്യത്യസ്ത രീതിയിലാണ്. ചിലൊരു മില്ല് അത് എണ്ണിയാണ്, എണ്ണത്തിന് എടുക്കല് പച്ചത്തേങ്ങ, ഓരോ തേങ്ങ എണ്ണിട്ട്. നമുക്കത് എണ്ണാൻ പ്രയാസമാണെങ്കിൽ എണ്ണാൻ പ്രയാസമാവും. അപ്പൊ നമ്മള് ചിലപ്പോ അതില് പിന്നെ എണ്ണുമ്പോ അവർക്ക് ചിലപ്പോ നഷ്ടമുള്ളവരുണ്ടാവും, ലാഭമുള്ളവരുണ്ടാവും. കാരണം ഇപ്പൊ ഞങ്ങള് തൂക്കെടുക്കുമ്പോള് അതിലും ലാഭമുണ്ട് നഷ്ടമുണ്ട് പാർട്ടികൾക്ക്. എന്താണെന്ന് വെച്ചാല് വെള്ളം കൂടുതലുള്ളത് തൂക്കം കൂടുതൽ തോന്നും. അപ്പൊ വെള്ളം കുറഞ്ഞതൊക്കെ കൊണ്ടല്ലേ ആകുമ്പോൾ തൂക്കം പിന്നെ കുറെ ഉണ്ടാവും ചെയ്യും, അവർക്ക് ലാഭമാണ്. അതായത് അത് ഓരോരുത്തർ തേങ്ങ അനുസരിച്ച് ഞങ്ങളിപ്പോ ഇവിടെ ഫിക്സ് ആക്കിയിട്ടുള്ളത് തൂക്കെടുക്കാനാണ്. അത് എത്രയാണ്? 1 കിലോ പച്ചത്തേങ്ങ കൊടുന്നാൽ 12 രൂപ. 12 രൂപയ്ക്ക് 12 രൂപ. ആ 12 രൂപക്ക് നമ്മൾ 1 കിലോ 100 കിലോ കൊടുന്നാൽ 1200 രൂപയാണ് ഞങ്ങൾ വാങ്ങുന്നത്. അത് നമ്മള് വെട്ടി അത് ഉണക്കി ട്രെയിലിട്ട് ഉണക്കി അത് 2-ാം വട്ടം ചെത്തി ട്രെയിലിട്ട് പിന്നെ ഉണക്കി ആട്ടി അവരെ പുണ്ണാക്കും ഇതും അവർക്ക് കൊടുക്കും. ചിരട്ട ഞങ്ങൾ മറ്റേ ട്രെയിലിട്ടാണ്, മറ്റേ ട്രെയിലിട്ടാണ് ഉണക്കുന്നത്. കത്തിച്ചു പോകും. അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ 1200 രൂപയ്ക്ക് അവർക്ക് 1200 രൂപയ്ക്ക് ഒന്നും അറിയണ്ട. നല്ല നിങ്ങൾക്ക് അപ്പൊ മെഷീനുകൾ കണ്ടല്ലോ, അതനുസരിച്ച് നമ്മൾ വെയിലൊന്നും കൊള്ളാത്ത രീതിയിൽ നല്ല ഉഷാറായിട്ട് അത് ഉണങ്ങി ഒരു പൊടിയും പടലും തട്ടാതെ അതിന്റെ ആ സുഗന്ധം ആ ടേസ്റ്റോട് കൂടിയിട്ട്
ഇത് വെളിച്ചെണ്ണന്റെ യഥാർത്ഥ ടേസ്റ്റ് അത് ഇപ്പോഴാണ്. മറ്റേത് നമ്മള് തേങ്ങ ആദ്യം വെട്ടി ഉണക്കി വെയിലത്തിട്ട് അത് ചിലപ്പോൾ അതിന് മുകളിലേക്കൊക്കെ ഇടേണ്ടി വരില്ല. കാരണം ഇപ്പൊ എല്ലാം അടുത്തടുത്ത് വീടായതുകൊണ്ട് ഒരു പക്ഷെ അത് നായ്ക്കളൊക്കെ പോകും, അത് മറ്റുള്ള മൃഗങ്ങളൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതാവുമ്പോ അതൊന്നുമില്ല. അവർക്ക് നല്ല സുരക്ഷിതമായിട്ട് ഇവിടെ വെച്ച് അത് ഞങ്ങൾ വെട്ടി ഉണക്കി നല്ല പ്യൂർ വെളിച്ചെണ്ണ, ഒരു പൊടിയും തട്ടാത്ത പ്യൂർ വെളിച്ചെണ്ണ ഞങ്ങൾ കൊടുക്കും. അപ്പൊ 1200 രൂപയ്ക്ക് 100 കിലോ പച്ചത്തേങ്ങ. അപ്പൊ ഇത് 100 കിലോ പച്ചത്തേങ്ങ കൊടുത്താല് അത് ആട്ടാനാവുമ്പോ തേങ്ങന്റെ വെള്ളത്തിന്റെ അനുസരിച്ചാണ്. ചിലപ്പോ 28 കിലോ അല്ലെങ്കിൽ 33 കിലോ വരെ ഉണ്ടാവും കൊപ്പര ഉണ്ടാവും. പച്ചത്തേങ്ങ എത്ര കൊപ്പര ഉണ്ടാവുന്നതാണ്? അത് 2 വിവാഹമായിട്ടുണ്ടാവും. പക്ഷേ വെള്ളം കൂടുതലാവുമ്പോ പിന്നെ കൊപ്പര കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ 28 എന്തായാലും മാക്സിമം പറയണിപ്പോ 28 മുതൽ 33 kg വരെ 100 കിലോ പച്ചത്തേങ്ങ ഉണങ്ങി കഴിഞ്ഞാലുള്ള കാര്യം പറഞ്ഞു. കൊപ്പര 33 കിലോ വരെ ഉണ്ടാവും ചില തേങ്ങകൾ. അത് ഏകദേശം ഈ പറഞ്ഞ മരിക്കുന്ന 19 മുതൽ 23 വരെ ലിറ്റർ വെളിച്ചെണ്ണ കിട്ടും. 15 മുതൽ 23 ലിറ്റർ വരെ വെളിച്ചെണ്ണ കിട്ടും. 25 ലിറ്ററിന് കിട്ടുന്നുണ്ട് വെളിച്ചെണ്ണ കിട്ടുന്നുണ്ട്. കാരണം എന്താ പറയുക, വെള്ളം കുറഞ്ഞ തേങ്ങ ആവുമ്പോൾ വെളിച്ചെണ്ണ കൂടും. അത് ചില ഭാഗത്തുകളിലെ പാടത്തക്കത്തുള്ള തേങ്ങ ഒക്കെ ആവുമ്പോൾ ചിലപ്പോൾ വെളിച്ചെണ്ണ കുറയാനും സാധ്യതയുണ്ട്. അപ്പൊ അതിനാണ് ഇപ്പൊ ഇവിടെ 25-24 കിലോണിലെ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ഞാനിപ്പോ ഒരു തേങ്ങ ഇപ്പൊ നേരത്തെ ആട്ടിയിട്ടുണ്ടല്ലോ, അതുള്ളത് ഇപ്പൊ ഇവിടെ പിന്നെ അതുള്ളത് ഇപ്പൊ ഇത്ര കിലോനാണ്. അതായത് ഇപ്പൊ അതൊക്കെയുള്ളത് 97 കിലോനാണ്. 100 കിലോത്തിന് 3 കിലോ കുറവുള്ളൂ പച്ചത്തേങ്ങ. അതിപ്പോ ഇവിടെ 10 ലിറ്ററിന്റെ 2 ടാങ്ക് ഫുള്ളായി. പിന്നെ ഒരു 5 ലിറ്ററോളം വെളിച്ചെണ്ണ സ്റ്റോക്ക് ഉണ്ട്. അത് പാത്രം കൊടുത്തിട്ട് അവര് അപ്പൊ 25 ലിറ്റർ കിട്ടിയിട്ടുണ്ട്. കാരണം അതില് വെള്ളം കുറവായിരുന്നു. അപ്പൊ വെളിച്ചെണ്ണ കൂടി. അപ്പൊ 100 കിലോ പച്ചത്തേങ്ങ ഉണങ്ങുകയാണെങ്കിൽ നമുക്ക് 33 കിലോ കൊപ്പര വരെ കിട്ടാൻ 33 കിലോ കൊപ്പര കിട്ടും ചെയ്യും. അതുപോലെ തന്നെ 25 കിലോ 21 മുതൽ 25 കിലോ വരെ വെളിച്ചെണ്ണയും കിട്ടും. നല്ല മട്ട് കഴിച്ച് എന്തായാലും ഒരു 21 ലിറ്റർ എന്തായാലും ഉണ്ടാവും. മട്ട് കഴിച്ച് അങ്ങനെ 23 ലിറ്റർ എന്തായാലും ഉണ്ടാവും, ഷുവർ ആയിട്ടുണ്ടാവും. അപ്പൊ 1 കിലോ മട്ടൊക്കെ വരുന്നുള്ളൂ. 1 കിലോ കണ്ട് മട്ട് വരുള്ളൂ. അതായത് മട്ട് കൂടുതൽ ഉണ്ടാവുകയാണെങ്കിൽ അതെന്തിനാ ഫസ്റ്റിൽ ആട്ടലിനെ മട്ട് ഉണ്ടാവുള്ളൂ. സെക്കൻഡ് അത് വീണ്ടും ഇടുമ്പോൾ മട്ടില്ലാതെ വെളിച്ചെണ്ണ കിട്ടും. അപ്പൊ 100 കിലോന് ഇങ്ങനെ 1000 കിലോന് ഇപ്പൊ നമുക്ക് ഏകദേശം പിടുത്തം കിട്ടി. 1000 കിലോന് ഒരു 330 കിലോ കൊപ്പര കിട്ടും. അതുപോലെ തന്നെ ഒരു 250 ലിറ്റർ വെളിച്ചെണ്ണയും കിട്ടും. 1000 കിലോ പച്ചത്തേങ്ങന്റെ കാര്യം പറഞ്ഞത്. അതെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചുള്ളിപ്പാറ നമ്മുടെ മമ്പുറം അടുത്ത് ചുള്ളിപ്പാറ സ്ഥലത്തുനിന്ന് ഈ നഫീസ എന്നുള്ള പേര് വന്നത് കുട്ടികളെ പേരാണോ? അല്ല, നഫീസ എന്റെ ഉമ്മാന്റെ പേരാണ്. നിങ്ങളെ അമ്മാന്റെ പേരാണ്. അങ്ങനെയാണ് ഈ പേര് വന്നതല്ലേ. ആ പേരിന്റെ പിന്നിലുള്ള ചരിത്രം. അപ്പൊ ഒരുപാട് ഈ മില്ലിലെ വിശേഷങ്ങൾ നമ്മളെ മെക്മാർക്കിന്റെ ഡ്രയറിനെ കുറിച്ച് നിങ്ങൾ കുറെ മുൻപരിചയമുള്ള, അതായത് ഏകദേശം 1.5 വർഷത്തോളം മെക്മാർക്കിനെ കുറിച്ച് പരിചയമുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് ഒന്നാമത് നമ്മൾ വീഡിയോ എടുക്കാനുള്ള കാരണം. കുറെ ആൾക്കാർ നമ്മോട്, കുറെ പ്രേക്ഷകർ തന്നെയാണ് കസ്റ്റമർ തന്നെയാണ് പ്രേക്ഷകർ, നമ്മോട് കമന്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. നിങ്ങൾ പഴയ കാലത്ത് കുറെ വർഷങ്ങൾ പഴക്കമുള്ള ഡ്രൈവറിന്റെ എക്സ്പീരിയൻസ് ഒക്കെ പറയും. അപ്പോൾ നിങ്ങളെ എക്സ്പീരിയൻസ് ഇപ്പം കുറെ അറിയാൻ കഴിഞ്ഞു. പുതിയ ഡ്രൈവറിന്റെ എക്സ്പീരിയൻസ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടിന്റെയും മാറ്റങ്ങൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും നേരിട്ട് കണ്ട് ബോധ്യപ്പെടാനും സാധിച്ചു. അപ്പോൾ വളരെ താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ മില്ലിലെ വിശേഷങ്ങൾ, കൊപ്ര കട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആട്ടുന്നത്, പിന്നെ നമ്മൾ ഡ്രയറിനകത്ത് വെക്കുന്നത്, കട്ട് ചെയ്ത് വെക്കുന്നത്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, പിന്നെ നിങ്ങളെ മുൻ കാലത്ത് ഏകദേശം 15 വർഷം മുന്നേ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് മില്ല്, അന്നത്തെ കാലത്ത് മില്ല് തുടങ്ങുന്ന കാര്യങ്ങൾ, തുടങ്ങിയുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത് അറിയില്ല. പിന്നെ ഇപ്പോഴത്തെ നിയമങ്ങളും നമ്മൾ എന്തായാലും ഒരു പരിപാടിക്ക് ഇറങ്ങി എന്തായാലും ഒരു വീഡിയോ കണ്ടോണ്ട് എന്തായാലും മുന്നിട്ട് ഇറങ്ങൂല. എന്തായാലും പുറത്തൊക്കെ അന്വേഷിച്ചാലേ വിവരങ്ങളൊക്കെ അറിയുള്ളൂ. അപ്പോൾ പ്രേക്ഷകർക്ക് നമ്മളിവിടെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തൽക്കാലം നമ്മൾ വിട പറയുകയാണ്. ഇനി മറ്റൊരു വിശേഷങ്ങൾ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ഈ ഞങ്ങളെ മില്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അല്ല നമ്മളെ കമ്പനി മെക്മാർക്ക് കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പല ടൈപ്പ് പ്രോഡക്റ്റുകൾ മെക്മാർക്ക് കമ്പനി ഫയർവുഡ് ഡ്രയർ, പിന്നെ ബോക്സ് ടൈപ്പ് ഡ്രയറുകളുണ്ട്, ഇപ്പൊ വെളിച്ചെണ്ണ യൂണിറ്റുകളുണ്ട്, അതുപോലെ തന്നെ പൊടിമില്ല് യൂണിറ്റ് ഒക്കെ മിനി ആയിട്ടുള്ള യൂണിറ്റുകൾ ഇപ്പൊ മെക്മാർക്ക് കമ്പനി ഇറക്കിയിരിക്കണം. അല്ല, അതിന് ഞാൻ പറഞ്ഞത് ചില ആൾക്കാർക്ക് ചെറുത സ്ഥലത്തിന്റെ സൗകര്യം അനുസരിച്ച് തുടങ്ങാൻ പറ്റുന്ന യൂണിറ്റുകൾ നിങ്ങളെ മെക്മാർക്കിലുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഈ പറയുന്ന ഇടയിൽ വീഡിയോയിൽ അതൊക്കെ അതിന്റെ ക്ലിപ്പുകളൊക്കെ കാണാം നമുക്ക്.
കേട്ടോ. ഇൻഷാല്ലാ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ തൽക്കാലം നമ്മൾ ഇവിടെ പറയാണ്. ഏതായാലും മറ്റൊരിക്കൽ നമുക്ക് കാണാം. പിന്നെ എന്ത് ആരെങ്കിലും നമ്മൾ ഡ്രയറിനെ കുറിച്ച് എൻക്വയറി ഒക്കെ ചെയ്യുകയാണെങ്കിൽ മെക്മാർക്കിനെ റിക്വസ്റ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും കംപ്ലൈന്റോ മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നതിന് നമ്മുടെ ഡ്രയറിന്റെ പുറത്ത് കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട്, 305 എന്നുള്ള നമ്പർ വിളിക്കുക. ഓർഡർ സംബന്ധമായ നമ്പറുകൾക്ക് റസാഖനെ അറിയാം. ഒന്നത് എന്റെ നമ്പറുണ്ട്, നമ്മുടെ കമ്പനി ഓണർ നമ്പറുണ്ടൊക്കെ നമ്മുടെ ഡ്രയറിന്റെ പുറത്തൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ വിളിച്ച് ബന്ധപ്പെടുക എന്നൊക്കെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും.